ഹലോ എവ്രി വൺ, വി ടു വിൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ നീലി ചിടിയ എന്ന് പറയുന്ന കവിതയാണ്. ഇത് ഹരിവംശ റായ് ബച്ചൻ എഴുതിയ കവിതയാണ്. അപ്പോൾ കവിതയിലേക്ക് പോയാലോ. നീലെ ആസ്മാൻ സേ ഉതരി നീലി ഏക് നിരാലി ചിടിയ ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ. ഈ 4 വരികളിലായിട്ട് പറയുന്നത് നീലെ ആസ്മാനസേ, അതായത് നീലാകാശത്ത് നിന്നും താഴേക്ക് വരുന്നൊരു പക്ഷിയെക്കുറിച്ചാണ്. നീലി ഏക്ക് നിരാലി ചിടിയ, അത് നീല നിറമാണ്, വളരെ റയറായിട്ടുള്ളൊരു പക്ഷിയാണ്. ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ, അത് ഗാത്തി ഉടനെ വാലി എന്ന് പറഞ്ഞാൽ അത് പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷിയാണ്, പറന്നുകൊണ്ട് പാടുന്ന പക്ഷിയാണ്. ഇസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ ഉടുക്കർ ജാനെ വാലി ചിടിയ ഇൻ പത്തോ മേം ഉൻ പത്തോ മേം ചിപ്കർ ഗാനെ വാലി ചിടിയ. ഇസ് ഫുൻഗി സേ ഉസ് ഫുൻഗി പർ. ഫുൻഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരത്തിൻ്റെ ചില്ലകളെയാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇത് കേട്ടുപരിചയമില്ലാത്തൊരു വാക്കാണ്. സാധാരണ നമ്മൾ ഡാലി എന്നാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഫുൻഗി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുൻഗി ആരും മറന്നു പോകണ്ട, ഇത് മരത്തിൻ്റെ ചില്ലകളാണ്. ഈ മരച്ചില്ലയിൽ നിന്നും മറ്റൊരു മരച്ചില്ലയിലേക്ക് ഉടുക്കർ ജാനെ വാലി ചെടിയ, പക്ഷികൾ എങ്ങനെയാണ് പറന്നല്ലേ പോകുന്നത്, അങ്ങനെ പറന്നു പോയി ആ ചില്ലകളിൽ ഇരിക്കുന്നു. ഇൻ പത്തോമേം ഉൻ പത്തോമേം ചിപ്കർ ഗാനെ വാലി ചെടിയ. ഈ മരച്ചില്ലകളുടെ ഇടയിൽ, അതായത് മരച്ചില്ലകളിലെല്ലാം നിറയെ ഇലകളുണ്ടാവും. ആ ഇലക്കൂട്ടത്തിൽ നിന്നും മറ്റൊരു ഇലക്കൂട്ടത്തിലേക്ക് ഒളിച്ചിരുന്ന് പാട്ടുകൾ പാടുന്ന പക്ഷിയാണ്. പർ ഫട്കാക്കർ നീച്ചെ ആക്കർ ദാന ഖാനെ വാലി ചിടിയ ദാന ഖാക്കർ പർ ഫട്കാക്കർ ചടൂട് ജാനെ വാലി ചിടിയ. പർ എന്ന് പറയുന്ന വേർഡ് അത് പക്ഷിയുടെ ചിറകാണ്. ചിറകടിച്ചുകൊണ്ട് നീച്ചെ ആക്കർ താഴേക്ക് വരുന്നു. ദാന ഖാനെ വാലി ചിടിയ, ധാന്യങ്ങൾ കൊത്തിപ്പെറുക്കി കഴിക്കുകയും ദാന ഖാക്കർ പർ ഫട്കാക്കർ, ധാന്യങ്ങൾ കഴിച്ചുകൊണ്ട് വീണ്ടും ചിറകടിച്ചുകൊണ്ട് ചട് ഉഡ് ജാനെ വാലി ചിടിയ, വീണ്ടും പറന്നു പോകുന്ന പക്ഷി. ഇസ് ഡാലി സേ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ ലാക്ക് ബുലാവും ലേക്കിൻ മേരെ പാസന ആനെ വാലി ചിടിയ. അതായത് ഡാലി എന്ന് പറയുന്നത് മരത്തിൻ്റെ ചില്ലകളെയാണ്. ഒരു മരത്തിൻ്റെ ചില്ലയിൽ നിന്നും മറ്റൊരു മരത്തിൻ്റെ ചില്ലയിലേക്ക് പറന്ന് പോകുന്ന പക്ഷി. ലാക്ക് ബുലാവും, ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന്, അതായത് ഒരുപാട് തവണ വിളിച്ചെങ്കിലും പാസ് ന ആനെ വാലി ചിടിയ, അടുത്തേക്ക് വരാത്ത പക്ഷിയാണിത്. നീലേ ആസ്മാൻ സേ ഉതരി നീലി ഏക് നിരാലി ചിടിയ ഗാത്തെ ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ. നീലാകാശത്ത് നിന്നും പറന്നു വരുന്ന പക്ഷിയാണ്, നീല പക്ഷിയാണ്, വളരെ യുണീക്കായിട്ടുള്ളൊരു പക്ഷിയാണ്. അത് പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷിയാണ്, പറന്നുകൊണ്ട് പാടുന്ന പക്ഷിയാണോ. അപ്പം എല്ലാവർക്കും കവിത ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.